ഇന്റർനാഷണൽ എക്കണോമിക്സിലെ ന്യൂ തിയറീസിൽ പെടുന്ന ഒരു തിയറിയാണ് വേർണൻസ് പ്രൊഡക്റ്റ് സൈക്കിൾ തിയറി. പ്രൊഫസർ റെയ്മണ്ട് വേർണൻ ആണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളാണ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ദി പ്രൊഡക്റ്റ് സൈക്കിൾ. ഒരു ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സൈക്ലിക്കൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കും എന്നാണ് ഈ തിയറി പറയുന്നത്. ഇതനുസരിച്ച് കമ്പാരിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകും, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ടാകും. ഇതെന്തിലേക്ക് നയിക്കുന്നു? ട്രേഡ് സൈക്കിളിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ ട്രേഡിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് US എക്കണോമിയെ ബേസ് ചെയ്തിട്ടാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അസംഷൻസ്: ഇത്തരത്തിൽ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫേംസിന് ഒരു മൊണോപ്പോളി പവർ ലഭിക്കും, അല്ലെങ്കിൽ ഒരു ഇമാജിനറി മൊണോപ്പോളിസ്റ്റിക് അഡ്വാൻറ്റേജ് ലഭിക്കും. ഇവർക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവർക്ക് ഫോറിൻ മാർക്കറ്റിനെ കുറിച്ചോ അവിടുത്തെ കണ്ടീഷനെ കുറിച്ചോ യാതൊരു ഇൻഫർമേഷനും അവൈലബിൾ ആയിരിക്കില്ല. ന്യൂ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ റിച്ച് കൺട്രീസസ് ആയിരിക്കും. കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. വേർണന്റെ ആർഗ്യുമെന്റ് അനുസരിച്ച് ഒരു ന്യൂ പ്രൊഡക്റ്റ് എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ക്യാപിറ്റൽ റിച്ച് കൺട്രീസസ് ആയിരിക്കും. കാരണം അവർക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. കൂടാതെ ഇവരെപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് ഹോം ലൊക്കേഷൻസ് ആയിരിക്കും. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എപ്പോഴും കുറവായിരിക്കും. ഹോം കൺട്രിയിൽ ഒരു ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് സക്സസ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ട്രേഡിനെ അത് ബാധിക്കും. ഇങ്ങനെ അത് ഇന്റർനാഷണൽ ട്രേഡിലേക്ക് നയിക്കും. ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി പ്രവർത്തിക്കുന്നത്. പ്രധാനപ്പെട്ട 3 സ്റ്റേജസ് ആണ് ഈ തിയറി പറയുന്നത്. ഒന്നാമത്തെ ന്യൂ പ്രോഡക്റ്റ് സ്റ്റേജ്. ഇവിടെ സ്കിൽഡ് ലേബേഴ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. കൂടാതെ ഒരു ന്യൂ പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹൈ കോസ്റ്റ്, റിസ്ക്, അൺസർട്ടനിറ്റി എന്നിവയെല്ലാം ഇവിടെ ബാധകമാണ്. കൂടാതെ ഈ ന്യൂ പ്രോഡക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. സെക്കൻഡ് സ്റ്റേജ് ആണ് മെച്യൂറിംഗ് പ്രൊഡക്റ്റ് സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് മാസ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. കോസ്റ്റും പ്രൈസും കുറയുന്നു. പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യും. ഹോം കൺട്രിക്ക് ഒരു മൊണോപ്പോളി പവർ ലഭിക്കുന്നുണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഡിമാൻഡ് ഇൻ ഫോറിൻ മാർക്കറ്റ്, നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്, കൺട്രി സക്യൂർ ദി ന്യൂ ടെക്നോളജി, പേറ്റന്റ് റൈറ്റ്സ്, സ്കെയിൽ ഓഫ് എക്കണോമിക്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ഓഫ് ഇൻഡസ്ട്രി. ഫൈനൽ സ്റ്റേജ് ആണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആവും. കൂടാതെ സെയിൽസ് കുറയും, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഹയർ ആകും, എക്സ്പോർട്ട് കുറയും. കാരണം എന്താണ്? ഫോറിൻ കൺട്രി ഈ ഒരു ടെക്നോളജി കോപ്പി ചെയ്തിട്ടുണ്ടാവും. Figure is explains international trade pattern in the life cycle of new product. X-axis measured by time, Y-axis is measured സെയിൽസ് വോളിയം. 3 സെറ്റ്സ് ഓഫ് കർവ്സ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. പി എന്ന് പറയുന്നത് ന്യൂ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. സി എന്ന് പറഞ്ഞിട്ടുള്ള ഡോട്ടഡ് ലൈൻ സൂചിപ്പിക്കുന്നത് കൺസപ്ഷൻ ഓഫ് ദി ന്യൂ പ്രൊഡക്റ്റ് ആണ്. അപ്പർ മോസ്റ്റ് സെറ്റ് ഓഫ് കർവ് ഈസ് റിലേറ്റഡ് ടു ദി ഇന്നർവേഷൻ ഓഫ് ദി ന്യൂ കൺട്രി. ഈ 3 സെറ്റ്സിൽ അപ്പർ സെറ്റ് സൂചിപ്പിക്കുന്ന ഇന്നോവേറ്റിംഗ് കൺട്രീനെയും, മിഡിൽ സെറ്റ് അഡ്വാൻസ്ഡ് കൺട്രീസിനെയും, ലോവസ്റ്റ് സെറ്റ് ലെസ് ഡെവലപ്ഡ് കൺട്രീസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ന്യൂ പ്രൊഡക്റ്റ് സ്റ്റേജിൽ കർവുകളായിട്ടുള്ള പിയും സിയും രണ്ടും കൺജോയിൻഡ് ആയിരുന്നു. ഒരു പരിധി കഴിയുമ്പോൾ അത് സ്പ്ലിറ്റ് ആവുന്നു. ഇനി മെച്യൂറിംഗ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഇവ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്. കാരണം ഇവിടെ മാസ് പ്രൊഡക്ഷനും എക്സ്പോർട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഫൈനൽ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഇവ വീണ്ടും ഒന്നിക്കുകയാണ്. കാരണം ഇവിടെ പ്രൊഡക്ഷനൊക്കെ കുറയുന്നു. അതർ കൺട്രീസസ് ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് പ്രൊഡക്ഷൻ കുറയുന്നു. ഫൈനൽ സ്റ്റേജ് വരുമ്പോഴത്തേക്കും ഇന്നോവേറ്റിംഗ് കൺട്രിയുടെ പ്രൊഡക്ഷൻ കുറയുകയും അതർ കൺട്രീസ്, അഡ്വാൻസ്ഡ് കൺട്രീസും ലെസ് ഡെവലപ്ഡ് കൺട്രീസും പ്രൊഡക്ഷൻ തുടങ്ങുകയും ചെയ്യുന്നു. അന്നേരം ഇവിടുത്തെ പ്രൊഡക്ഷനും എക്സ്പോർട്ട്സും ഡിക്ലൈൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്നോവേറ്റിംഗ് കൺട്രിയുടെ പ്രൊഡക്ഷൻ ലൈന് കൺസപ്ഷനേക്കാൾ കീഴ്പോട്ട് പോവുകയും അതർ കൺട്രീസിൻ്റെ വരുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ കൺസപ്ഷനേക്കാൾ കൂടുതലും ചെയ്യുന്നത്. ക്രിറ്റിസിസം ഓഫ് ദിസ് തിയറി: ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അൺറിയലിസ്റ്റിക് അസംഷൻസ്, നോട്ട് എസെൻഷ്യൽ ടു ബി ക്യാപിറ്റൽ റിച്ച് കൺട്രി, ഡെവലപ്പിംഗ് കൺട്രീസ് ഈസ് നോട്ട് ലേറ്റ് സ്റ്റാർട്ടേഴ്സ്, ഹോം എൻവയോൺമെൻറ്റ് ഈസ് നോട്ട് ഡിഫറെൻറ്റ്.